എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കാങ്കയത്ത് തേങ്ങ ലോഡ് ഇറക്കിയിട്ട് നമുക്ക് അടുത്ത ലോഡ് സെറ്റായത് പെരുന്തുറൈ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. പട്ടാമ്പിക്കാണ് ലോഡ്. ടൈൽ പൗഡറാണ് ലോഡ്. അപ്പോൾ അത് കയറ്റാൻ വേണ്ടിയിട്ട് പെരുന്തുറ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ചെന്നിമലൈ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പോൾ ഇത് നമ്മൾ കാങ്കയത്ത് ഒരു 40 കിലോമീറ്റർ ഓടാണ്ട്. കാങ്കയം പെരുന്തുറൈൻ്റെ ഇടയിൽ വരുന്നൊരു സ്ഥലമാണ് ചെന്നിമലൈ. പെരുന്തുറ ഇൻഡസ്ട്രിയൽ ഏരിയ എന്നാണ് കയറ്റാനുള്ളത്. അപ്പോൾ കാലാവസ്ഥ കുറച്ച് ഇരുണ്ടിട്ടാണ്, മഴക്കാറുണ്ട്. ബെഡ്ഷീറ്റും കൊണ്ട് പോകണ വണ്ടിയാണ് മുമ്പിലുള്ളത്. മഴ പെയ്താൽ നല്ല രസമുണ്ടാവും. റോഡിൻ്റെ 2 സൈഡും പുളിമരങ്ങളാണ് ഫുള്ളായിട്ട്. അതിൻ്റെ അടിയിലൊക്കെ ആര്യവേപ്പും ഉണ്ട്, ആലുണ്ട്. അപ്പം നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഗ്യാസ് ഗോഡൗണാണ് കേട്ടത്. ഇതിൻ്റെ അപ്പുറത്ത് ഇവിടെയാണ് നമ്മളെ കമ്പനി വരുന്നത്. എംബൈക്കാണ് നമ്മളെ കമ്പനി. എംബൈക്ക ആണ് എംബൈക്ക. അപ്പോൾ നമ്മൾ കമ്പനീൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമുക്ക് ഹൈടെക് ഇറക്കണം. ബോർഡിൻ്റെ ഉള്ളിൽ ലോഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹൈടെക് ഉണ്ടായ മഴയൊക്കെ ഉണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയ മാതിരി ഉണ്ടാവും. അപ്പോൾ ഹൈടെക് ഇറക്കട്ടെ. ഒരുപാട് വണ്ടികൾ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരാകുമ്പോൾ വിളിക്കും. അപ്പോൾ ഹൈടെക് ഇറക്കട്ടെ അതിനു മുമ്പ്. അപ്പോൾ നമ്മൾ വണ്ടി ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് പോയിന്റിൽ. നമ്മളൊരു പോയ അടിയിലിടും, പിന്നെ ഓല 2 പോയിലിടും. ഓല അടിയിൽ ഒന്നിടും, ലോഡ് കയറ്റിയിട്ട് ഒന്നിടും, പിന്നെ അതിൻ്റെ മേലെ നമ്മൾ പോയിരും. ഭയങ്കര സേഫ്റ്റിയാണ്. പൗഡറാണ്, ടൈൽ പൗഡറാണത്, ടൈൽസിൻ്റെ പൗഡർ. തേങ്ങൻ്റെ ഈർപ്പുണ്ടായിട്ട് പായയിൽ ചെറിയൊരു നനവ് ഈർപ്പുണ്ടായിട്ട് പൊടിയിട്ടതാണ്. തേങ്ങ ലോഡിൻ്റെ മേലോട്ട് തരുന്ന പാല്. അപ്പോൾ അത് ചെറിയ ഈർപ്പുണ്ടായതാണ്. ഫോർക്ക് ലിഫ്റ്റിൽ ഇങ്ങനെ കൊണ്ടുവരാണ് സാധനം. അങ്ങനത്തെ ഓരോ കെട്ട് അവിടെ നിന്നൊക്കെ അതുപോലെ ഇങ്ങനെ കൊണ്ടുവരും. അത് നമുക്കുള്ള സാധനം ഇക്കാരം. ഫുൾ കവർ ചെയ്ത് കാണാണ്. പലവിധ സാധനം ലോഡിങ് നടക്കുന്നുണ്ട്. പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെയിൻ്റാണ്, അതായത് പെയിൻറ്റ് ടിന്നാണ് സാധനം. ലോഡ് അതിൻ്റെ സൈഡ് കവർ കൊണ്ട് ഫുള്ള് കവർ ചെയ്തിടും. ഈ പായ കൊണ്ട് വലിയ പാഴയാണ്. കുറേ വണ്ടിനോട് വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് ലോഡ് ആക്കാൻ. ചെറിയ കുട്ടികൾ വണ്ടി ഉരുട്ടിക്കൊണ്ട് നടക്കണ മാതിരി നടക്കുന്നുണ്ട് പോലെ. ഇതിൻ്റെ ഉള്ളിൽ 2 EV ഉണ്ട്. ഇത് പിന്നെ എൻജിനാണ്. അത് EV ആണ്. നമ്മൾ ലോഡ് കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പായിടാം. ये हो गया 10 कटलेट
അതിന് പായലിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് മൂടി. അതിന് ശേഷം നമ്മൾ അടിയിൽ വിരിച്ച് നമ്മളെ പോയി തന്നെ മുകളിൽ കുറച്ച് ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ മുകളിൽ കുറച്ച് ബോക്സ് വരാറുണ്ട്, ചെറിയ ബോക്സ് വരാറുണ്ട്. ഇനിയിപ്പോൾ വെള്ളത്തിൽ മുക്കിയാലും പിന്നെ അത് നനയില്ലല്ലോ, അങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം തട്ടിയ സാധനം കട്ടായി പോകും, സിമെൻറ്റ് മാതിരിയാണ്. ഇത് ബോക്സ് എന്ന് പറഞ്ഞാൽ ബക്കറ്റാണല്ലോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ബോക്സ് വരുന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഇത് ബക്കറ്റാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് നമുക്ക് ബോക്സിലും ബക്കറ്റിലൊക്കെ എന്തായാലും കൊണ്ടുപോകണം. ബക്കറ്റ് ഉണ്ട്, ബോക്സ് ഉണ്ട്, കുറേ കുട്ടിച്ചാക്കാളുണ്ട്. ഇവിടെ കുറേ കൊണ്ട് കൂട്ടിയത്. അതങ്ങനെ വരുന്നതാണ്, വരുന്നില്ല. മുമ്പിൽ കുറേ വലിയ വക്കറ്റ് വെച്ചു, അതിൻ്റെ ചെറിയ വക്കറ്റാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഭായിമാർ ഇങ്ങനെ മനോഹരമാക്കി വെച്ചേക്കണം. അപ്പോൾ ലോഡിങ് ഫുള്ളായി, ബക്കറ്റോട് കൂടി. അപ്പോൾ ലോഡിങ് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പായിട്ട് കൊണ്ടിരിക്കുകയാണ്. ബായി മുകളിലുണ്ട്, ഞാനിങ്ങനെ ഈ സൈഡിൽ വലിക്കുകയാണ്. നമ്മൾ ചെറുക്കം അപ്പുറത്ത് നിന്ന് വലിക്കുന്നുണ്ട്. ചെറുതായിട്ട് വലിച്ചാൽ മതി, പായ്ക്ക് നിൽക്കാനുള്ള ഇത് വലി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞിട്ട് കുറേ നേരമായിട്ടോ, 1.5 മണിക്കൂറായി. ബില്ല് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് അവിടെ ഒരു വണ്ടി, ഇങ്ങനെ ഇവിടത്തെ ഒരു വണ്ടി, ഇതൊക്കെ ബില്ലിട്ടാണ്. ഇതിൻ്റെ അപ്പുറത്തെ ഒരു വണ്ടി ഒക്കെ ലോഡ് കയറ്റി കഴിഞ്ഞതാണ്. എന്താ ഈ വണ്ടി ഫുള്ള് ലോഡ് കയറ്റി. ബില്ല് കിട്ടിയിട്ടില്ല. ബില്ല് കിട്ടിയാലേ ഇപ്പോൾ പുറപ്പെടാൻ പറ്റും. ട്രാക്കിലൊക്കെ ഒരുപാട് വണ്ടികൾ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബില്ലൊക്കെ കിട്ടി നമ്മൾ പുറത്തിറങ്ങിയ കമ്പനിയിൽ നിന്ന്. സമയം 8 മണിയായി. അനിയൻ പോണ വണ്ടി ഇവിടെ എവിടെയോ അടുത്തൊരു കമ്പനിയിൽ ലോഡ് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് ലൊക്കേഷൻ വിട്ടാൽ നിൽക്കണം. ഇവിടെ അടുത്ത് എവിടെയാണ് നോക്കട്ടെ. അപ്പോൾ ഇവിടെ തൊട്ട് ബാക്കിലാണ് പിന്നെ കമ്പനിയിലാണ് അനിയുള്ളത്. നമ്മളിവിടെ ഇങ്ങനെ സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട്. ഞാൻ വന്ന ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് അങ്ങനെ പുറപ്പെടാലോ. അപ്പോൾ അനിയൻ്റെ വണ്ടി എത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇനി ഭക്ഷണം ആയിക്കോട്ടെ. നമ്മളെ കൂടെ അനിയൻ കയറ്റിയ കമ്പനിയിൽ നിന്ന് തന്നെ ഞാൻ മുമ്പ് പോയതിനെ നമ്മളെ പഴയ വണ്ടി ഉണ്ട്, MK പ്രദേശ്. ആ വണ്ടി ഉണ്ട്. ആ വണ്ടി കുറച്ച് മുമ്പിലായിട്ട് നിർത്തിയിട്ടുണ്ട്. നമുക്ക് പോകണ വഴിക്കൽ കാണാം. ഭക്ഷണം നടക്കാം. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് പുറപ്പെടുകയാണ്. നമ്മൾ MK പ്രദേശ് ഇതാ അവിടെ കിടക്കണം. നമ്മൾ തിരിച്ച് കാങ്കയിൽ തന്നെ എത്തി. അനിയൻ്റെ വണ്ടി മുന്നേക്ക് പോയിട്ടുണ്ട്. തായക്കോട് സുൽത്താൻ
നമ്മുടെ ബാക്കിലുണ്ട്. അപ്പോൾ താഴേക്കോട് സുൽത്താൻ നമ്മൾ മുന്നേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. താഴേക്കോട് സുൽത്താൻ വണ്ടി വിറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ആൾക്കാരെടുത്താണ്. ശ്രദ്ധിക്കമ്പാനെ. വെയിറ്റ്ലെസ് ലോഡാണ് അവർക്ക് കിട്ടിയിരിക്കണത് രണ്ടാക്കും. എൻ്റെ വണ്ടിയിലും ആ വണ്ടിയിലും അലുമിനിയാണ്. മധ്യപ്രദേശത്തെ ഡ്രൈവർക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് സൈഡാക്കിയതാണ്. രാത്രി ഭക്ഷണമല്ല, ഡയറ്റിംഗ് ആണെന്ന് പറഞ്ഞു. ആരുടെ പേരെന്താ? സൈദലവി. താഴേക്കോട് സുൽത്താന്റെ പുതിയ ഡ്രൈവർ സൈദലവി. പേരൊന്നും മാറ്റിയിട്ടില്ല. ബേക്കറിന്റെ ഒരു ചൊറുക്കണ്ടില്ല. ഇവിടെ ബേക്കറിയിലൊക്കെ നല്ല കച്ചവടം. കേരളക്കാരെ കണ്ടമാനം ബേക്കറി ഉണ്ടല്ലോ. അപ്പൊ ഓന്റെ സംസാരം കേട്ടപ്പോൾ തോന്നി നാളെ ഉച്ചയ്ക്ക് ശേഷം ഇറക്കുള്ളൂ എന്നുണ്ട്. കാരണം എന്താ വെച്ചാലേ വീട് എവിടെ ചോദിച്ചപ്പോ അതിന്റെ അർത്ഥം എന്താ, മുമ്പ് റോഡൊക്കെ സിംഗിൾ റോഡാണ്. ഇപ്പൊ ഡബിൾ റോഡൊക്കെ അടിപൊളിയാക്കി. എന്താ രസ റോഡാണ്. അത് സിംഗിൾ റോഡിന് ആദ്യം. ഇപ്പോൾ കുറച്ചായിട്ടുള്ള ഡബിൾ ആക്കിയിട്ട്. അപ്പോൾ കോയമ്പത്തൂർ ചാവടിയിൽ ഡീസലടിക്കാൻ കയറിയതാണ്. നമ്മളെ സുൽത്താൻ അവിടെ നിർത്തിയിട്ടുണ്ട്. അവന് അങ്ങോട്ട് പോയപ്പോൾ ഡീസൽ ഫുള്ളാക്കിയോണ്ട് അവനെ റോഡിൽ അവിടെ സൈഡാക്കിയിട്ടൊക്കെയാണ്. എന്നിട്ട് അങ്ങനെ ഡീസൽ അടിക്കാണ്ട് നോക്കി നിൽക്കുന്നുണ്ട് ഇവിടെ മുതലാളി. മുതലാളി മുതലാളി ചെറ്റാണതാ. മുതലാളി ഒരു ചെറ്റാണതാ. അത് മുതലാളി ഒരു ചെറ്റാണതാ. വേറെന്നല്ല, കട്ടിയിൽ അവർക്കൊന്ന് കട്ടിയിൽ പറയാൻ അറിയണ്ടല്ലോ. അതെങ്ങനെ പറയുന്നത്? മുതലാളി ചെറ്റ്. നമ്മൾ ഡീസലടി എന്തായാവും. അപ്പോൾ നമ്മളെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ലോഡ് ഇറക്കാനുള്ള. അപ്പോൾ എമർജൻസീസാണ്. കയറൊക്കെ കഴിച്ചിങ്ങനെ നിർത്തിയിട്ടുണ്ട്. ആൾക്കാർ എത്തിയിട്ടില്ല. നമ്മൾ രാത്രിയല്ല പെലച്ചക്ക് 4 മണിക്ക് എത്തിയതാണ്. ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. എല്ലാ കമ്പനികളും കാട്ടിലുണ്ടാവും. മഴയാണ്. പണിക്കാർ വരട്ടെ, എന്നിട്ട് നമ്മൾ ലോഡ് ഇറക്കണം. ഇന്നിപ്പോൾ കാലാവസ്ഥ വളരെ ദയനീയമാണ്. അപ്പോൾ പണിക്കാർ വന്ന് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേശ്ശെ ഇങ്ങനെ പോയി മടക്കി ഇറക്കണം ലോഡ്, മഴ പെയ്യണോണ്ട്. അപ്പോൾ അതാണ് ഗോഡൗണിൻ്റെ ഉള്ളിൽ. അപ്പോൾ ലോഡ് ഇറക്കട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ വലിച്ചു നീട്ടണില്ല. ചെറിയ ചെറിയ വിശേഷങ്ങൾ, കുഞ്ഞു വിശേഷങ്ങൾ, കുഞ്ഞു വീഡിയോ ആയിട്ട് അങ്ങനെ ഇട്ടാൽ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.